ഹലോ ഗൈസ്, എല്ലാവർക്കും മമ്മൂസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിതാ കല്ലേപ്പുള്ളിയിലാണ്. ഇന്ന് ഞങ്ങളുടെ ഇവിടെ വീട്ടിൽ വാവുബലിയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഈ കാരണന്മാർക്ക് വെച്ച് കൊടുക്കുകയെന്ന് പറയും. ഇപ്പോൾ ആ ചടങ്ങാണ്. അപ്പോൾ അതിനിതാ ഫസ്റ്റ് വേണ്ടത് നമ്മളുടെ കോഴി തന്നെയാണ്. അതിൽ മെയിൻ കോഴിയായ നാടൻ കോഴി തന്നെയാണ് ഫസ്റ്റിൽ അങ്ങോട്ട് തുടങ്ങട്ടെ അല്ലേ. അപ്പോൾ നാടൻ കോഴി ഇതാ അച്ഛൻ മേടിച്ചിട്ടുണ്ട്. നാടൻ കോഴിയും മേടിച്ചിട്ടുണ്ട്, വേറെ നമ്മളുടെ സാധാ കോഴിയും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ കൊല്ലലും അതിൻ്റെ തൊലിയെടുക്കൽ, തൊലി മീൻസ് അതിൻ്റെ തൂവലെടുക്കലും കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മുവും ജുഗ്രുവും ചെള്ളിയും കൂടിയിട്ട് അതൊരു സംഭവമായിട്ട് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവരിതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിതാ അവിടെ ഉള്ളിയും കാര്യങ്ങളൊക്കെ തൊലിച്ച് കഴിഞ്ഞു. അമ്മ പായസം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനുള്ള തേങ്ങ ചിരണ്ടലും പിന്നെ കുമ്പളങ്ങിയും നാടൻ കോഴി ഇറച്ചിയും കൂടി വയ്ക്കും. നമ്മുടെ പാലക്കാടൻ സ്റ്റൈലാണ്. എന്താ അച്ഛൻ തോലൊക്കെ എടുത്ത് കൊണ്ടിരിക്കുന്നു. അമ്മ അതാ പായസം അടുപ്പിലാണ്, ഓൾറെഡി അടുപ്പിലാണ്. അപ്പോൾ അതിനെയൊക്കെ നന്നായിട്ട് ഒന്ന് ഇളക്കുകയാണ്. ഞാൻ പിന്നെ നമ്മളുടെ നോർമൽ കോഴി ഉണ്ടല്ലോ, നാടനല്ലാത്ത ലേക്കോൺ കോഴി, അത് അച്ഛൻ ചില്ലി ഉണ്ടാക്കാമെന്ന് കൊണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനുള്ള ചില്ലി മസാല ഉണ്ടാക്കലും, ചില്ലി മസാല നമ്മൾ ഓൾറെഡി പാക്ക് മേടിക്കും. എനിക്ക് ആ ചില്ലി ഉണ്ടാക്കുന്ന സമയത്ത് ആ പാക്കിലെ മസാല മാത്രമല്ല, ഞാൻ എക്സ്ട്രാ വേറെ മസാലയും കൂടി ആഡ് ചെയ്യും. എനിക്ക് അങ്ങനെ ഉണ്ടാക്കിയാലാണ് എനിക്ക് ഏറ്റവും, അതായത് ഒരു തൃപ്തി ഉണ്ടാവുക. മറ്റേത് ഉണ്ടാക്കുമ്പോൾ ഒരു കഴിക്കുമ്പോൾ വേറൊരു സ്മെല്ല് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല. പിന്നെ അമ്മ മേക്കിംഗ് ആണ്. പായസം നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒരു അടിപൊളി ചെറുപയർ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ചില്ലിക്ക് ആവശ്യമായ മസാല, അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഞാനൊരു ദിവസം അതിൻ്റെ ഒരു വീഡിയോ ഇടാം, ചില്ലി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇടാം. അപ്പോൾ അതിനുള്ള അതൊക്കെ അരപ്പൊക്കെ ആക്കി. ഞാനിതിലൊരു മിസ്റ്റേക്ക് എന്താ ചെയ്തെന്നറിയോ, അറിയാതെ ഇട്ടിട്ടില്ല, ഇടാൻ വേണ്ടി പോയത് കണ്ടില്ലേ, ഉപ്പിൻ്റെ ആവശ്യമില്ല, കാരണം ചില്ലിയിൽ ഓൾറെഡി ഉണ്ടല്ലോ. പിന്നെ ഞാനിത് ഇടാൻ വേണ്ടി പോയപ്പോൾ അമ്മ പെട്ടെന്ന് അയ്യോ അതിലുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് അയ്യോ എന്ന് പറഞ്ഞു. പിന്നെ ഞാനത് ഇട്ടില്ല, നമ്മളുടെ ചില്ലി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ ഉപ്പിനെ തിരിച്ച് അതിലിടാനും പറ്റില്ല. അപ്പോൾ വെള്ളത്തിൽ തന്നെ ജസ്റ്റ് കലക്കി, അത് ആ ഉപ്പ് പാത്രത്തിൽ തന്നെ ഇടാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാനിത് ആദ്യം നന്നായിട്ട് ഈ പറഞ്ഞ പോലെ നന്നായിട്ട് അതിനെയൊക്കെ ഫസ്റ്റ് നമ്മളുടെ മസാല, അതായത് എൻ്റെ മസാല ഞാൻ ഫസ്റ്റ് ഫില്ല് ചെയ്തു. അത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലൊരു കുറവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങയുടെ ഉണ്ടായിരുന്നു. പിന്നെ തൈര് വെച്ചപ്പോൾ തൈര് വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നാരങ്ങ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ തൽക്കാലം നമുക്ക് ആ ഒരു മസാലയും പിന്നെ നമ്മളുടെ സാധാരണ നോർമൽ ചില്ലി മസാലയും, സാധാരണ ഞാൻ ഇടുന്ന ചില്ലി മസാലയല്ല ഇത് വേറെയാണ്. അപ്പോൾ അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കുറേ നേരം വെക്കണം, എന്നാലേ അതിനെ ഒരു സെറ്റ് ആവുള്ളൂ. പിന്നെ അമ്മ പായസം അടുപ്പത്ത് വെച്ചിട്ട് നമ്മളുടെ കോഴി കരിക്കാനുള്ള അച്ഛൻ തോലൊക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതിനൊന്ന് കരിക്കണം. അതെന്തിനാ കരിക്കണമെന്നറിയോ, നമ്മൾ ഈ കോഴി തൂവൽ വലിച്ചു കഴിഞ്ഞാൽ അതിൽ ഈ മുള്ള് പോലെ ഉണ്ടാവും. അതായത് തൂവലിൻ്റെ തൂവൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടെ ഓരോ ഇതുണ്ടാവും. അപ്പോൾ അതിനെയാണ് ഈ കരിച്ച് കളയുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും കൂടിയിട്ട് അതിന് നന്നായി കരിക്കുകയാണ്. സംഭവം നമ്മളിതൊക്കെ ചെയ്തിട്ട് ഞാൻ ഈ ചെയ്യണത് കണ്ടിട്ടൊക്കെ കുറേ ആയി. നമ്മളൊന്നും ഇങ്ങനെ ചെയ്യലില്ലല്ലോ, ആകെ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ സാധാരണ നോർമൽ കോഴിയും കാര്യങ്ങളൊക്കെ അല്ലേ തന്നെ മേടിക്കുക. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ആണ്. പിന്നെ ജുഗ്രു ഇവർക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയേയില്ല. അവരൊക്കെ ഇതിപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ കാണണം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചെള്ളിക്കുട്ടിയാണെങ്കിലും അവനിത് എന്തോ നല്ലൊരു അത്ഭുതം, അവനാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഇതിൻ്റെ. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചുമയൊക്കെ വരുന്നുണ്ട് ഗൈസ്, കുറച്ച് തൊണ്ടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അച്ഛൻ കഴിച്ചു. അപ്പോൾ അമ്മയ്ക്കത് തൃപ്തിയായില്ല. അപ്പോൾ അമ്മയുടെ വക ഒരു കരിക്കലും, അങ്ങനെ രണ്ടാളും കൂടി കഴിച്ച് അതിനെ പീസാക്കി ഏകദേശമൊക്കെ റെഡിയാക്കി. ഞാൻ അതൊന്നും പിന്നീടുള്ള വീഡിയോ ഒന്നും എനിക്ക് നേരെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാനിതാ രാവിലെ കഴിക്കാനുള്ളത് ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞു. കുമ്പളങ്ങ ഇറച്ചി വയ്ക്കൽ, പായസം വയ്ക്കൽ, അങ്ങനെയുള്ളതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതാ നാടൻ കോഴി നമ്മളുടെ അടുപ്പത്ത് കയറി.
ഇതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്, അതിൻ്റെ ഉണ്ടാക്കലും കാര്യങ്ങളൊന്നും. നമ്മൾ രാവിലെ ആ സമയത്തൊക്കെ നല്ല തിരക്കായിരുന്നു നമുക്കിത് ചെയ്യണത്, അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് അടുപ്പിലുണ്ട്. അമ്മ അത് ആ പാത്രമൊക്കെ കഴുകിയിട്ടേ കഴിക്കുള്ളൂ. ഞാൻ എന്തായാലും കഴിക്കട്ടെ. ബാക്കി എല്ലാ പണി ഏകദേശമൊക്കെ ഒരുങ്ങി. കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് മോപ്പ് ചെയ്യും, ആകമൊക്കെ ഒന്ന് മോപ്പ് ചെയ്താൽ ആ പണിയും കഴിയുമല്ലോ. പിന്നെ അമ്മ അതാ കഴിച്ചു. അമ്മ കഴിച്ചു കഴിഞ്ഞു. നമ്മളെ ചിക്കൻ കറി അടുപ്പത്താണ്. പിന്നെ കിച്ചണൊക്കെ ഏകദേശം എല്ലാം ഒരുവിധം ക്ലീൻ ചെയ്ത് വെച്ചു. പായസം, കുമ്പളങ്ങ ഇറച്ചിയും കറി അതൊക്കെ റെഡിയായി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ അച്ഛൻ വന്ന് ഇലയൊക്കെ ഇട്ട് ദോശയൊക്കെ ഇടലും കാര്യങ്ങളൊക്കെയാണ്, അതായത് പൂജ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ആയി. ജുഗുറും അച്ഛനും കൂടിയിട്ടായിരുന്നു കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ജുഗുറു ഇത് അച്ഛനോട് ഓരോന്നും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ അതിൽ വെക്കാനുള്ള ദോശയും കാര്യങ്ങളൊക്കെ, ദോശയൊക്കെ അപ്പോൾ ചൂടുകയാണ്. കാരണം ഇതിൽ മെയിനായിട്ട് ആവിയും പുകയെന്നാണ് പറയുക. അപ്പോൾ ആവി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫുഡിലെ പിന്നെ പുക, നമ്മൾ പുകയ്ക്കുന്ന ശാമ്പ്രാണി, പിന്നെ അതുപോലെ കൽപ്പൂരോ അല്ലെങ്കിൽ ഈ ചന്ദനത്തിരിയോ ഇതൊക്കെയാണ്. അപ്പോൾ അതും അപ്പോൾ ഞാൻ ദോശ അപ്പോൾ ചൂടാന്ന് വെച്ചിട്ട് അങ്ങനെ ചുട്ട് ജുഗുറു അത് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏട്ടനൊക്കെ ഉണ്ട്. പിന്നെ അച്ഛൻ എന്താ ഓരോന്നായിട്ട് വെച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചോറ്, പിന്നെ ചെള്ളി ഇടയിൽ കൂടെ ഒന്ന് സംസാരിച്ചാണ് ഇപ്പോൾ കേട്ടത്. പിന്നെ ഞാനും ഏട്ടനും കൂടിയിട്ട് അച്ഛൻ വിളിച്ചു, എല്ലാവരും വരുന്നുകൊണ്ട് വിളിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ അതിനടുത്ത് പോയി നോക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ എല്ലാവരും റെഡിയായി. ഇനി ഇങ്ങനെ തുളസിയും പച്ചരിയും ഇതൊക്കെ ഇട്ട് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പൂജ കഴിക്കുക, അതാണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ അത് ഫസ്റ്റ് അച്ഛൻ ചെയ്യും. പിന്നെ അതിനുശേഷം അമ്മയോ ഏട്ടനോ അങ്ങനെ ഓരോരുത്തരായിട്ട് ചെയ്ത് പൂജ കഴിക്കും. അത്രയാണ്. ജുഗുറൊക്കെ ഒരു കോമഡി ആയിരുന്നു, ഞങ്ങളൊക്കെ ഒരേ ചിരിയായിരുന്നു ആ സമയത്ത്. അയ്യോ ഒന്നും പറയണ്ട, എനിക്കിപ്പോൾ കാണുമ്പോഴേ ചിരി വരണത്. പിന്നെ ഇതാ അങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ അടുത്തത് എന്താണെന്നറിയോ, നമ്മളെല്ലാവരും വാതിലടച്ചിട്ട് പുറത്ത് പോകണം. എന്നിട്ട് പുറത്ത് പോയതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. അപ്പോൾ സൗണ്ടൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഈ മരിച്ച ആൾക്കാർ ആത്മാക്കൾ വരും എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മൾ ഇതാ പൂജയൊക്കെ കഴിച്ചു. നമ്മുടെ നിവേദ്യക്കുട്ടി അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കഴിഞ്ഞു. ചെള്ളിക്കുട്ടിൻ്റെ വകയും കൂടി കഴിഞ്ഞ് നമ്മളെല്ലാവരും പുറത്ത് പോകും. പുറത്ത് പോയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. അപ്പോൾ അച്ഛൻ എല്ലാവരും വെളിയിലാക്കി സൗണ്ട് ഉണ്ടാക്കണ്ടെന്നൊക്കെ പറയണം. അങ്ങനെ വാലടച്ച് വയ്ക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ കൊട്ടിയിട്ട് തുറന്നിട്ട് ഫസ്റ്റ് കാക്കയ്ക്ക് കൊടുക്കും. അതാണ് മെയിനായിട്ട്. ഫസ്റ്റ് കാക്കയാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ കാക്കയ്ക്ക് കൊടുക്കും. പിന്നെ കാക്കകൾ കുറേ കാക്കകൾ വന്നു. അതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും കഴിക്കും. ആദ്യം അച്ഛനും ഏട്ടനും കുട്ടികളും എല്ലാവരും കഴിച്ചു. പിന്നെ അതിന് ശേഷം ഞാനും മമ്മിയും കൂടി ഇരുന്നു, ഞങ്ങൾ കഴിക്കാനിരുന്നു. ദോശയിൽ കുമ്പളങ്ങയും നാടൻ കോഴിക്കറി ഒഴിച്ചു. അതിങ്ങനെ കുതിർന്ന് കിടക്കണ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ നാടൻ കോഴിക്കറിയും അതും നല്ല അതായത് കറക്റ്റ് കോമ്പിനേഷനായിരുന്നു. ഈ ദോശയും ഈ നാടൻ കോഴിക്കറിയും നല്ല എന്താ പറയുക, കുഴക്കണ കാണുമ്പോൾ തന്നെ വായിക്കൂടെ വെള്ളം വരണമല്ലോ. നിങ്ങളെല്ലാവർക്കും വായിക്കൂടെ വെള്ളം വരുന്നുണ്ടോ ഗൈസ്? എനിക്ക് നല്ല എന്താ പറയുക കൊതിയാവുണ്ട് ഒന്നുകൂടി കഴിക്കാൻ. അത്രയും എന്താ പറയുക ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് ആ സമയത്തെ. അപ്പോൾ അത് കഴിച്ച് ദോശയും ഇതും കഴിച്ച് പിന്നെ കുറച്ച് ചോറും നാടൻ കോഴിക്കറിയും കൂടിയിട്ട് കഴിക്കും. അതിനുശേഷം പിന്നെ നമ്മുടെ നെയ് പായസം പിന്നെ പഴം പുഴുക്കിയതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കും. അങ്ങനെ ഞാനും മമ്മി ആസ്വദിച്ചിരുന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിരുന്ന് കഴിക്കണം. പിന്നെ ചോറിൽ പപ്പടമൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കാൻ അയ്യോ ഒന്നും പറയണ്ട. ആർക്കും കൊതിയൊന്നും വരുന്നില്ലല്ലോ അല്ലേ? അങ്ങനെ ചുമയൊക്കെ ഉണ്ട് ഗൈസ്. ഫുഡടി നടക്കട്ടെ, നല്ല രീതിയിൽ നടക്കട്ടെ. അതിനുശേഷം നമ്മളുടെ പായസം പിടിക്കും. പായസം, പപ്പടം, പിന്നെ നമ്മളുടെ പഴം പുഴുക്കിയത്, ഇതെല്ലാം കൂടി കുഴച്ചിട്ട് ഒരു പിടി പിടിക്കാം.
അതോടെ നമ്മളുടെ എന്താ പറയുക, അന്നത്തെ ദിവസത്തെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ മാത്തൂരിലേക്ക് തിരിച്ച് വരികയും ചെയ്യും ഗൈസ്. അതാണ്, എനിക്ക് തിങ്കളാഴ്ച കുട്ടികൾക്ക് സ്കൂളാണ്, പിന്നെ എനിക്ക് കടയിലേക്ക് പോകണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കം ഉറങ്ങി കഴിഞ്ഞിട്ട് വേണം എനിക്ക് മാത്തൂരിലേക്ക് വരാൻ. അങ്ങനെ നമ്മളുടെ പായസവും പപ്പടവും പിന്നെ പഴം പുഴുക്കിയതും എല്ലാം കൂടി കുഴച്ച് അതും ഒരു നല്ലൊരു പിടി പിടിച്ചു ഞാൻ. അതിന് ശേഷം ഞാൻ നല്ലൊരു ഉറക്കവും ഉറങ്ങി ഗൈസ്. അതാണ് മെയിനായിട്ട് ഉണ്ടായത്. അതും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വൈകിട്ട് തന്നെ വീട്ടിലേക്ക് വരും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത്. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റിലൂടെ രേഖപ്പെടുത്തൂ മിസ്റ്റേക്സും കാര്യങ്ങളും, പിന്നെ അതുപോലെ ഇൻക്ലൂഡ് ചെയ്യേണ്ട വീഡിയോസും എല്ലാം. എനിക്കിതാ പായസം കാണുമ്പോൾ ഒന്നും കൂടി കഴിക്കാൻ തോന്നുന്നു ഗൈസ്. ഓക്കെ, ടാറ്റ. അപ്പോൾ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ടാറ്റ.